പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തരത്തിൽ അറിയിക്കുന്നു. ഇന്നും നാം ചിന്തിക്കുവാൻ പോകുന്നത് വിശ്രമത്തെക്കുറിച്ചും ആശ്രയത്തെക്കുറിച്ചും തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഭാഗം 4-ാം ഭാഗമായിട്ടാണ് നാം കരുതേണ്ടത്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 3 പ്രാവശ്യം ചിന്തിച്ചത് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തതും സ്തോത്രം, അപ്പോൾ തന്നെ യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തതുമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതോടുള്ള ബന്ധത്തിൽ യിരെമ്യാവ് 6:16 നമ്മൾ വായിച്ച് അതിൻ്റെ ഹല്ലേലൂയ സ്തോത്ര വിവർത്തനങ്ങളെ മനസ്സിലാക്കി വരവേ ദൈവത്തിന് സദൃശം 16:25 ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, എന്നാൽ ആ വഴി മനുഷ്യന് അത് മരണവഴികളായി തീരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വേറെ 1-2 വാക്യങ്ങളെ കൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു എന്ന് നമ്മൾക്ക് സദൃശവാക്യത്തിലേക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ശത്രുക്കളെ ദൈവം ഇണക്കുന്നു എന്നും നമുക്ക് അവിടെയൊക്കെയും കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇനി ആ ഭാഗത്തിലേക്ക് തൊടുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊക്കെയും മനുഷ്യൻ്റെതായ നിലവാരങ്ങളെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നതായ വചനവാക്യം സഭാപ്രസംഗി 4-ാം വാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. 2 കൈയും നിറയെ അധ്വാനവും വൃഥാ പ്രയത്നവും ഉള്ളതിനേക്കാൾ 1 കൈ നിറയെ വിശ്രാമം നല്ലതെന്നാണ്. ദൈവത്തിന് സ്തോത്രം. 2 കൈ നിറയെ സ്തോത്രം അധ്വാനവും വൃഥാ പ്രയത്നവും ഉള്ളതിനേക്കാൾ. അപ്പോൾ മനുഷ്യനെപ്പോഴും വൃഥാ പ്രയത്നിക്കുന്നു, എപ്പോഴും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമാണ്. അത് 127-ാം സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമെന്നാണ്. തൻ്റെ പ്രിയനോ അവന് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത വിധത്തിൽ ദൈവം നൽകി കൊടുക്കും. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നാം ആയിത്തീരുമ്പോൾ മാത്രമേ നാം നനച്ചിരിക്കാത്ത തരത്തിൽ ദൈവം നമ്മെ ഹല്ലേലൂയ നടത്തുകയുള്ളൂ എന്നുള്ളത് വാസ്തവമായും അത് അനുഭവിച്ചറിയുന്നവർക്ക് അത്തരത്തിൽ പറയുവാൻ കഴിയും. ഞാൻ അതിന് അനുഭവസ്ഥനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ, ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ കൊണ്ട് ദൈവം ഇങ്ങനെയൊക്കെ ഹല്ലേലൂയ. അതൊക്കെ ഒരു ഉദാഹരണമായിട്ട് സ്തോത്രം നമുക്ക് ചിന്തിക്കാം. ദൈവത്തെ എത്രമാത്രം മഹത്വപ്പെടുത്തിയാലും നമുക്ക് മതി തീരത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചത് 2 കൈയും നിറയെ എന്നുവെച്ചാൽ മനുഷ്യൻ അധ്വാനിക്കുന്നതിന് കയ്യും കണക്കുമില്ല, പക്ഷെ അത് അനുഭവിക്കുന്നതാരാ? അത് മറ്റൊരുത്തൻ അനുഭവിക്കുന്നു. ഒരുത്തൻ ഹല്ലേലൂയ സ്തോത്രം ധനം സമ്പാദിക്കുന്നു, എന്നാൽ അത് മറ്റൊരുത്തൻ അത് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതും അവിടെ ഹല്ലേലൂയ സദൃശവാക്യത്തിലേക്ക് സഭാപ്രസംഗിയുടെ പുസ്തകത്തിലാണോ അതോ സദൃശവാക്യത്തിലാണോ എന്നറിയത്തില്ല. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുവൻ ധനം സമ്പാദിക്കുന്നു, പക്ഷേ അതാൾ അനുഭവിക്കുന്നത് വേറൊരുവനാണെന്നാണ്. അത് വാസ്തവത്തിൽ അതങ്ങനെ തന്നെയാണ്. പലപ്പോഴും പലരും അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അത് അവരുടെ കൈവശം ഇരിക്കുന്നില്ല. അത് അവരെ അറിയാതെ ചോർന്നു പോവുകയാണ്. വാസ്തവത്തിൽ അതങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് അതാരും നനച്ചിരിക്കാത്ത തരത്തിലാണ് ദൈവം അവരെ ഓരോരുത്തരെയും നടത്തുന്നത്. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത് നന്മകൾ ഓർത്താൽ, ദൈവപ്രവൃത്തികളെ ഓർത്താൽ, കൃപകളും കൃപാവരങ്ങളും ഓർത്താൽ, അതൊക്കെയും ഹല്ലേലൂയ അതെടുത്ത് പറയുന്നവർക്ക്, അത് എടുത്തു പറയുവാൻ വ്യവസ്ഥ ഉള്ളവർക്ക് മാത്രമേ അത് എടുത്തു പറയുവാൻ, ദൈവത്തെ വർണ്ണിക്കുവാനും ഹല്ലേലൂയ വിലയിരുത്തുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയൂ. ദൈവം അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, ആരും നനച്ചിരിക്കാത്ത തരത്തിൽ ദൈവം അവർക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്, ഒരുക്കിയിട്ടുള്ളത്, അവരെ കൊണ്ട് ചെയ്യുന്ന വിധങ്ങൾ ഓർത്താൽ ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ 2 കൈയും നിറയെ അധ്വാനം ഒരു വൃഥാ പ്രയത്നം ഉള്ളതിനേക്കാൾ
ഒരു കൈ നിറയെ അധ്വാനം നല്ലതെന്നാണ്. അപ്പോൾ മനുഷ്യൻ കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിച്ച് തൻ്റെ ആയുസ് മുഴുവനും വൃഥാ പാഴാക്കുന്നതിനേക്കാൾ സാവധാനത്തിൽ സ്തോത്രം ചെയ്ത് വിശ്രമത്തോട് കൂടിയുള്ള തരത്തിൽ നമ്മളായിരിക്കുമ്പോൾ വാസ്തവത്തിൽ അത് ദൈവത്തിനൊരു പ്രസാദകരമാണെന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ധനമുണ്ടാക്കണം, പണമുണ്ടാക്കണം, അത് ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്ന ദൈവദാസന്മാർക്ക് പോലും അത്തരത്തിലുള്ളതായ മനോഭാവങ്ങളുള്ള അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദശാംശത്തെക്കുറിച്ച് 1-2 ദിവസം കൊണ്ട് ചിന്തിച്ചു വരുന്നതൊക്കെ അങ്ങനെയാണ്. ദ്രവ്യാഗ്രഹ മോഹങ്ങൾ കൊണ്ട് സ്തോത്രം ശുശ്രൂഷകന്മാർ പോലും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കിട്ടുന്തോറും കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഒരു ഇരുന്നിട്ട് അവർ ഹല്ലേലൂയ, അവർക്ക് മാറ്റം വന്നാൽ അവരെ മാറിപ്പോകുവാൻ അവർ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആണ് ഇവിടെ ലഭിക്കേണ്ടതെല്ലാം ലഭിക്കുന്നു. ഇനി വേറൊരു സഭയിൽ പോയാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകുമല്ലോ, അവിടെ വരുമാനം ഉണ്ടാകുമല്ലോ എന്നൊക്കെയും ഓർത്ത് സ്തോത്രം അത്തരത്തിലൊക്കെ ആയിരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. നമ്മൾ സ്തോത്രം അതിൻ്റെ മേലധികാരിയായ സ്തോത്രം തോമസ് പാസ്റ്റർ തന്നെ സ്തോത്രം പേരുക്കട IPC സഭയുടെ സ്തോത്രം സ്ഥാപകനായ IPC സഭയുടെ ആ മേലധികാരിയായ അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തിലേക്ക് തൊടുന്നില്ല. അപ്പോൾ ഇവിടെ 2 കൈയും നിറയെ അധ്വാനവും വൃഥാ പ്രയത്നമുള്ളതിനേക്കാൾ 1 കൈ നിറയെ അധ്വാനം നല്ലതെന്നാണ്. 127-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് വൃഥാ പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥം തൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും അതിൽ ഞാനിവിടെ നിർത്തട്ടെ. പ്രിയമുള്ളവരെ, ആമേൻ.